ഹായ്, വെൽക്കം ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1-2 മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് അടുത്ത മൊഡ്യൂൾ 3-4 മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. തേർഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളിലും മെയിനായിട്ടും എൻജിൻ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഇപ്പോൾ തേർഡ് മൊഡ്യൂളിൻ്റെ പേര് എൻജിൻ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് 1 ആണ്. ഫോർത്ത് മൊഡ്യൂളും എൻജിൻ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് തന്നെയാണ്, അത് 2 ആണ്. ഫസ്റ്റ് മൊഡ്യൂൾ വരുന്ന കമ്പോണൻസ്, ഇതിനകത്ത് മെയിനായിട്ടും പറയുന്നത് ഓരോ കമ്പോണൻസ് എൻജിനിൽ വരുന്ന ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ട്. ആ കമ്പോണൻസിൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ അത് ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ ഏതാണെന്നുള്ളതും തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് ഈ 2 മൊഡ്യൂളായിട്ടും മെയിനായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ഫസ്റ്റ് തേർഡ് മൊഡ്യൂൾ വരുന്നത് എൻജിൻ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്. ഏതൊക്കെ കമ്പോണൻസിന്റെ ഡീറ്റെയിൽസ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞത് ഇതിനകത്ത് തേർഡ് മൊഡ്യൂളിനകത്ത് വരുമ്പോൾ ഫസ്റ്റ് സ്റ്റേഷനറി കമ്പോണൻസും മൂവിങ് കമ്പോണൻസും, അതായത് എക്സാമിന് ഇങ്ങനെ ചോദിക്കാറുണ്ട്, എൻജിനിൽ ഏതെങ്കിലും ഒരു 3 സ്റ്റേഷനറി കമ്പോണൻസിന്റെ പേര് എഴുതാൻ പറയും, അതല്ലെങ്കിൽ 3 മൂവിങ് കമ്പോണൻസിന്റെ പേരൊക്കെ എഴുതാൻ പറയും. അങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാം, എഞ്ചിനിൽ മൂവ് ചെയ്യുന്ന കുറെ കമ്പോണൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ അവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന, അളകാതെ നിൽക്കുന്ന കുറെ കമ്പോണൻസും ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ പേരാണ് എഴുതാനുള്ളത്. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റേഷനറി കമ്പോണൻസിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻജിൻ ബ്ലോക്ക് വരും, എൻജിൻ സിലിണ്ടർ ബ്ലോക്ക്, എൻജിൻ ബ്ലോക്ക് എന്നൊക്കെ പറയും. അതേപോലെ തന്നെ സിലിണ്ടർ ഹെഡ് വരും, അതുപോലെ തന്നെ ക്രാങ്ക് കേസ് വരും, ഗ്യാസ്കറ്റുകൾ വരും, തുടങ്ങിയിട്ടുള്ള സിലിണ്ടർ ലൈനറുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സാധാരണ രീതിയിൽ. ക്രാങ്ക് കേസ്, ഓയിൽ സമ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റേഷനറി കമ്പോണൻറ്റ്. അതായത് എഞ്ചിൻ നോർമലി വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു കമ്പോണൻസ് ഒക്കെ അവിടെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയായിരിക്കും, അളകാതെ നിൽക്കുകയായിരിക്കും. അതിനാണ് സ്റ്റേഷനറി കമ്പോണൻസ്. മൂവിങ് കമ്പോണൻസുകൾ വരുമ്പോൾ ഇതിനകത്ത് വരുന്നതാണ് പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, ക്യാം ഷാഫ്റ്റ്, വാൾവുകൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ എന്താണ് മൂവിങ് കമ്പോണൻസുകൾ. ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് സിലിണ്ടർ ബ്ലോക്കിനെ കുറിച്ചാണ്. സിലിണ്ടർ ബ്ലോക്ക്, സിലിണ്ടർ ഹെഡ്, സിലിണ്ടർ ലൈനർ. സിലിണ്ടർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഏറ്റവും ഹെവി ആയിട്ടുള്ള എഞ്ചിന്റെ കമ്പോണന്റ് ആണ് അല്ലെ. എഞ്ചിന്റെ എല്ലാ കമ്പോണൻസിനും സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നതും പിസ്റ്റണ് മൂവ് ചെയ്യാനുള്ള സിലിണ്ടറിനെ കവർ ചെയ്ത് നിൽക്കുന്നതൊക്കെ എന്താണ്? സിലിണ്ടർ ബ്ലോക്കുകളാണ്. ഈ സിലിണ്ടർ ബ്ലോക്കിന്റെ ഉള്ളിലായിരിക്കും എന്ത് ചെയ്യുക, സിലിണ്ടർ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ സിലിണ്ടറിന്റെ ചുറ്റുഭാഗത്തും കൂളിംഗ് വാട്ടർ സർക്കുലേറ്റ് ചെയ്യാനുള്ള വാട്ടർ ജാക്കറ്റ്, അതുപോലെ തന്നെ ഓയിൽ പാസേജ് തുടങ്ങിയിട്ടുള്ള സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ ക്ലാമ്പുകളും ഫിറ്റ് ചെയ്യാനുള്ള എല്ലാ മൗണ്ടുകളും ഫിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് സിലിണ്ടർ ബ്ലോക്കിലായിരിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് കമ്പോണന്റ് സിലിണ്ടർ ഹെഡ്, അതിന്റെ മുകളിൽ കവർ ചെയ്ത് വരുന്നതാണ് സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത്. പിന്നുള്ളതാണ് സിലിണ്ടർ ലൈനർ. അതായത് സിലിണ്ടർ ബ്ലോക്കിന്റെ ഉള്ളിൽ വരുന്ന കമ്പോണന്റ് ആണ് സിലിണ്ടർ ലൈനർ എന്ന് പറയുന്നത്. അതായത് സിലിണ്ടറിനെ എൻക്ലോസ് ചെയ്തിട്ടുള്ള സിലിണ്ടർ ബ്ലോക്കിനകത്ത് ഒരുപാട് ഡാമേജ് വരുമ്പോൾ അത് റീപ്ലേസ് ചെയ്യുന്നതിന് പകരം സിലിണ്ടർ ലൈനർ മാത്രം റീപ്ലേസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ എന്ത് ചെയ്യും, സിലിണ്ടറിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഒരു ലൈനർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനാണ് സിലിണ്ടർ ലൈനർ എന്ന് പറയുന്നത്. അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിലിണ്ടർ ലൈനർ 2 ടൈപ്പ് ഉണ്ട്, ഡ്രൈ ടൈപ്പും വെറ്റ് ടൈപ്പും. ഇതൊക്കെയാണ് ചോദിക്കാം. ഒരു പ്രാവശ്യം ചോദിച്ചാണ് സിലിണ്ടർ ലൈനിന്റെ ടൈപ്പ് അല്ലെങ്കിൽ വെറ്റ് ലൈനറും ഡ്രൈ ലൈനറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെറ്റ് ലൈനർ ആണെങ്കിൽ കൂളിംഗ് വാട്ടർ, അത് നമ്മൾ പറഞ്ഞ വാട്ടർ ജാക്കറ്റിനായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നതിനാണ് വെറ്റ് ലൈനേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ കൂളിംഗ് വാട്ടറിനായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാതെ വരുന്നത് ടൈപ്പിനെയാണ് എന്ന് പറയുന്നത് ഡ്രൈ ടൈപ്പ് ലൈനർ എന്നും പറയുന്നത്. ഇതൊക്കെ ഘടകങ്ങളാണ് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. പിന്നെ വരുന്നത് പിസ്റ്റൺ റിങ്സ്. പിസ്റ്റൺ എന്ന് പറഞ്ഞ കമ്പോണന്റ് ആണ് സിലിണ്ടറിലൂടെ മുകളിലോട്ടും താഴോട്ടും പോകുന്ന കമ്പോണന്റ് ആണ്. അപ്പൊ അതിനകത്ത് ഈ ഒരു കമ്പോണന്റ് ചിലപ്പോൾ ഫിഗർ വരയ്ക്കേണ്ടി വരും. പിസ്റ്റൺ എന്ന് പറയുന്ന കമ്പോണന്റ് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിഗറും ചോദിക്കും, ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അങ്ങനെയാണെങ്കിൽ പിസ്റ്റണിന്റെ ഫിഗർ വരയ്ക്കുക. അതുപോലെ തന്നെ പിസ്റ്റണിൽ വരുന്ന മറ്റൊരു ഭാഗമാണ് പിസ്റ്റൺ റിങ്സ് എന്ന് പറയുന്നത്. 2 രീതിയിലുള്ള റിങ്സ് ഉണ്ട്. ചിലപ്പോൾ ചോദിക്കും ഏതൊക്കെയാണ് 2 ടൈപ്പ് പിസ്റ്റൺ റിങ്സ്. ഒന്ന് പറയുന്നത് കംപ്രഷൻ റിങ്ങും മറ്റൊന്ന് പറയുന്നത് ഓയിൽ റിങ്. ഇങ്ങനെയാണ് പിസ്റ്റൺ റിങ്സ് വരുന്നത്. അതുപോലെ തന്നെ സിലിണ്ടർ ലൈനറിന് ഫിഗർ വരക്കാനായിട്ട് വരും. അപ്പോൾ വെറ്റ് ലൈനറും ഡ്രൈ ടൈപ്പ് ലൈനറും ഏത് ടൈപ്പ് ലൈനറാണ് ചോദിക്കുന്നത് വെച്ചാൽ അതിന്റെ ഫിഗർ വരക്കാം. അതുപോലെ തന്നെ പിസ്റ്റൺ റിങ്സ് ഫിഗർ വരക്കാനായിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും ഏതൊക്കെ ടൈപ്പാണ്, എന്തൊക്കെയാണ് അതിന്റെ ഫങ്ഷൻസ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പിസ്റ്റൺ റിങ്സിനെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുന്നത്. ഇനി നെക്സ്റ്റ് കമ്പോണന്റ് വരുന്നത് കണക്റ്റിംഗ് റോഡ് ആൻഡ് ക്രാങ്ക് ഷാഫ്റ്റ്. ഈ 2 കമ്പോണന്റും അതേപോലെ തന്നെ നമുക്ക്
ഫിഗർ വരയ്ക്കാനുള്ള രണ്ട് കമ്പോണൻസ് ആണ്, കണക്റ്റിംഗ് റോഡും ക്രാങ്ക് ഷാഫ്റ്റും. പിസ്റ്റൺ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിസ്റ്റണിൽ നിന്ന് വരുന്ന പവർ പിന്നെ നമ്മളെ ഷാഫ്റ്റിലോട്ട്, ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എഞ്ചിൻ ഷാഫ്റ്റാണ് മെയിനായിട്ട് എഞ്ചിനിലുള്ള ഷാഫ്റ്റ്. ആ ഷാഫ്റ്റിലോട്ട് പവർ എത്തിക്കാനായിട്ടുള്ള റോഡാണ് കണക്റ്റിംഗ് റോഡ്. പിസ്റ്റണും ക്രാങ്ക് ഷാഫ്റ്റിനും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള റോഡിനെയാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. കണക്റ്റിംഗ് റോഡ് ഫിഗർ വരയ്ക്കാണ്ടാവും, അതിന്റെ ഭാഗങ്ങൾ മാർക്ക് ചെയ്യാണ്ടാവും. കണക്റ്റിംഗ് റോഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡുകൾ ഉണ്ടായിരിക്കും. രണ്ട് എൻഡിൽ ഒന്ന് സ്മോൾ എൻഡും ഒന്ന് ബിഗ് എൻഡ് ആയിരിക്കും. കണക്റ്റിംഗ് റോഡിന്റെ സ്മോൾ എൻഡ് ഫിക്സ് ചെയ്തിട്ടുള്ള പിസ്റ്റണിലായിരിക്കും, ബിഗ് എൻഡ് കണക്ട് ചെയ്തിട്ടുള്ളത് ക്രാങ്ക് ഷാഫ്റ്റിലായിരിക്കും. അതിലൂടെ എന്ത് ചെയ്യും, ഹോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതായത് ഓയിൽ പാസ് ചെയ്യാനായിട്ട് ഓയിൽ ഹോൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിനെ ബോൾട്ട് ചെയ്തിട്ട് നിർത്തിയിട്ടാണ് ഉണ്ടാവും. ഇങ്ങനെയും കാര്യങ്ങളൊക്കെയാണ് കണക്റ്റിംഗ് റോഡിന്റെ കാര്യത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളത്. പിന്നെ ഉള്ളത് ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റിനകത്തും ഇതേപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റിനകത്തും ക്രാങ്ക് വെബ്, ക്രാങ്ക് പിന്ന്, മെയിൻ ബെയറിങ്, അതുപോലെ തന്നെ ക്രാങ്ക് പിന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ പിസ്റ്റന്റെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ റിയർ എൻഡിലായിട്ടാണ് നമ്മൾ ഫ്ലൈ വീല് ഫിക്സ് ചെയ്യുക. ഫ്രണ്ട് എൻഡിൽ പുള്ളിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിനകത്ത് ഓരോ ക്രാങ്കിനകത്തും ഓരോ കണക്റ്റിംഗ് റോഡ് വെച്ചിട്ട് ഓരോ പിസ്റ്റണിലും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. മൾട്ടി സിലിണ്ടർ എഞ്ചിനകത്ത് ഓരോ ക്രാങ്ക് പിന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. എത്രത്തോളം സിലിണ്ടർ ഉണ്ടോ അത്രത്തോളം ക്രാങ്ക് പിന്നുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിന്റെ ഇടയിൽ ഓരോന്നിന്റെ ഇടയിൽ എന്തുണ്ടായിരിക്കും, സപ്പോർട്ട് കൊടുത്തിട്ടായിരിക്കും അതിനെ നിർത്തിയിട്ടുണ്ടാകും. അതാണ് ക്രാങ്ക് ഷാഫ്റ്റ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. അതും എത്ര സിലിണ്ടർ ഉണ്ടോ അതിനനുസരിച്ച് ചിലപ്പോൾ 3 സിലിണ്ടർ എഞ്ചിന്റെ ചോദിക്കും, ചിലപ്പോൾ 6 സിലിണ്ടർ എഞ്ചിന്റെ ചോദിക്കും, ചിലപ്പോൾ 4 സിലിണ്ടർ എഞ്ചിൻ. എത്രത്തോളം സിലിണ്ടർ ഉണ്ടോ അതിനനുസരിച്ച് എത്രത്തോളം നമ്മൾ ക്രാങ്ക് പിന്ന് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫിഗർ വരയ്ക്കാനായിട്ട് ആണ് മനസ്സിലാക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തേർഡ് മൊഡ്യൂൾ മനസ്സിലാക്കിയത്. ഓരോന്നിന്റെ കമ്പോണൻസിന്റെ ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ്കറ്റ്, ഇതിനകത്ത് വരുന്ന മറ്റ് കമ്പോണൻസ് ആണ് ഗ്യാസ്കറ്റ്, ക്രാങ്കേസ്, ഓയിൽ സമ്പ് തുടങ്ങിയിട്ടുള്ള മറ്റ് കമ്പോണൻസുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ഫിഗർ വരയ്ക്കാൻ വരുന്ന കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ, പിസ്റ്റൺ റിങ്സ്, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ ലൈൻ. ഇത്രയാണ് മൂന്നാമത്തെ മൊഡ്യൂൾ നമുക്ക് ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ കൂടി ഫിഗർ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക, ഫിഗർ വരച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നല്ല രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും കൂടിയിട്ടുള്ള നമുക്ക് മാർക്ക് ഇതിനകത്ത് ചിലപ്പോൾ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കറക്റ്റായിട്ട് ഭാഗങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് മൊഡ്യൂൾ 4 എഞ്ചിൻ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽ 2. ഈ പറഞ്ഞ കമ്പോണൻസ് കൂടാതെ നമ്മൾ എഞ്ചിനിൽ വേറെ കമ്പോണൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഈ മൊഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത്. ഫയറിംഗ് ഓർഡർ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് ഫയറിംഗ് ഓർഡർ? ഫയറിംഗ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സിലിണ്ടറിനകത്ത് ഫയറിംഗ് നടക്കും. മൾട്ടി സിലിണ്ടർ എഞ്ചിന്റെ കേസിനകത്ത് വരുമ്പോൾ ഈ ഒരു കമ്പസ്റ്റൻ പ്രോസസ്സ് നടക്കും. ഫയറിംഗ് എന്ന പെട്രോൾ എഞ്ചിനാണ് ഡീസൽ എഞ്ചിനാണ്. പെട്രോൾ എഞ്ചിന്റെ കേസിലാണെങ്കിൽ സ്പാർക്ക് വരുന്ന ടൈമാണ് ഫയറിംഗ് നടക്കുന്നത്. മറ്റേലാണെങ്കിൽ ഫ്യൂൽ ഇഞ്ചെക്ട് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ ഫയറിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫയറിംഗ് നടക്കുന്നത് ഒരു മൾട്ടി സിലിണ്ടർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സിലിണ്ടറുകളിലെ എഞ്ചിൻ. ഒരു സിലിണ്ടർ ആണെങ്കിൽ അതിനകത്ത് പവർ സ്ട്രോക്കിൽ നടക്കും, അതങ്ങനെ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. പക്ഷെ 3 സിലിണ്ടർ എഞ്ചിനോ 4 സിലിണ്ടർ എഞ്ചിനോ 6 സിലിണ്ടർ എഞ്ചിനോ 8 സിലിണ്ടർ എഞ്ചിനോ ഒക്കെ ആകുമ്പോൾ ഇതിനകത്ത് ഓരോ സിലിണ്ടറിനകത്തും ഫയറിംഗ് നടക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് വ്യത്യസ്ത ടൈമിലായി. ആ ഒരു സീക്വൻസ് ഫയറിംഗ് നടക്കുന്ന, അതായത് പവർ സ്ട്രോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഒരു സീക്വൻസിനെയാണ് ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ ഒരു 4 സ്ട്രോക്ക് എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ എഴുതാൻ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 4 സിലിണ്ടർ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത് 1 3 4 2 എന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഫയറിംഗ് ഓർഡർ 1 1 3 4 2 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സിലിണ്ടറിലും ഫയറിംഗ് നടക്കുന്ന ടൈം, ആദ്യം ഒന്നാമത്തെ സിലിണ്ടറിൽ ഫയറിംഗ് നടത്തുക, അത് പവർ സ്ട്രോക്ക് നടന്നു. നെക്സ്റ്റ് മൂന്നാമത്തെ സിലിണ്ടറിലാണ് ഫയറിംഗ് നടക്കുന്നത്, അത് കഴിഞ്ഞിട്ട് നാലാമത്തെ സിലിണ്ടർ നടക്കും, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സിലിണ്ടറിൽ ഫയറിംഗ് നടക്കും. ഇങ്ങനെ ഒരു സീക്വൻസിലാണ് ഫയറിംഗ് നടക്കുന്നത്. രണ്ടാമത്തെ കഴിഞ്ഞാൽ വീണ്ടും ഒന്നാമത്തെ നടക്കും. അങ്ങനെ രീതിയിലാണ് ഫയറിംഗ് നടക്കുന്നത്. അതിനാണ്
ഫയറിംഗ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നടക്കുന്നതിനാണ് ഫയറിംഗ് ഓർഡർ. ചിലപ്പോൾ ഇതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഒരു 6 സിലിണ്ടർ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ എക്സ്പ്ലെയിൻ ചെയ്യാൻ എഴുതാൻ എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറയും. അതല്ലെങ്കിൽ ഫയറിംഗ് ഓർഡർ എന്താണെന്നുള്ളതിന്റെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ചോദിക്കും. ആ രീതിയിലാണ് എക്സാമിന് വരിക. ഇനി നെക്സ്റ്റ് വരുന്നത് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് ഫ്ലൈ വീൽ. ഫയറിംഗ് ഓർഡർ എന്താണെന്ന് അതിനകത്ത് ഫസ്റ്റ് മൊഡ്യൂളിന് ഫോർത്ത് മൊഡ്യൂളിനകത്ത് ഫസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് പറഞ്ഞിട്ടുള്ളത് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് ഫ്ലൈ വീൽ. നമ്മൾ പറഞ്ഞു ക്രാങ്ക് ഷാഫ്റ്റിന്റെ റിയർ എൻഡിൽ ഫിക്സ് ചെയ്യുന്ന ഒരു ഹെവി മാസ് ഫ്ലൈ വീലാണ്, ഒരു മാസ് വീലിനെയാണ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു 4 സ്ട്രോക്ക് എഞ്ചിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പവർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, പവർ കിട്ടുന്നത് ഒരേ ഒരു സ്ട്രോക്കിൽ മാത്രമേ ഉള്ളൂ, പവർ സ്ട്രോക്കിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സ്ട്രോക്കുകളൊക്കെ ഐഡിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പവറിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് നിർത്തിയാൽ മാത്രമാണ് ബാക്കിയുള്ള സ്ട്രോക്കുകളും കൂടി നമുക്ക് സിമ്പിളായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു എനർജി റിസർവോർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് എന്ത് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ഹെവി മാസ് വീലായിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇനീഷ്യ ഫോഴ്സ് കൊണ്ട് എന്ത് ചെയ്യും, ബാക്കിയുള്ള സ്ട്രോക്കുകളൊക്കെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. ഈ ഒരു ഫ്ലക്ച്വേഷൻ, പവറിന്റെ ഫ്ലക്ച്വേഷൻ നമുക്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫയറിംഗ് ഓർഡർ കൊടുക്കുന്നത്. അപ്പോൾ ഓരോ സിലിണ്ടറിലും ഓരോ ടൈമിലായിരിക്കും ഫയറിംഗ് നടക്കുക. അതിനകത്ത് എന്ത് ചെയ്യും, പവർ ഫ്ലക്ച്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെവി മാസ് ഫ്ലൈ വീൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഫ്ലൈ വീലിന്റെ പുറം ഭാഗത്ത് നമ്മൾ എന്ത് പറയുക, ടീത്തുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് സ്റ്റാർട്ടിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ക്ലച്ച് എന്ന് പറയുന്ന ഭാഗം, ട്രാൻസ്മിഷൻ കമ്പോണൻസിൽ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് കമ്പോണൻ്റായിട്ട് ക്ലച്ച് ഫിക്സ് ചെയ്യുന്നതും ഫ്ലൈ വീലായിരിക്കും. ഇത്രയും ഫങ്ഷൻസ് ആണ് നോർമലി ഒരു ഫ്ലൈ വീലിൽ ചെയ്യാനുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫ്ലൈ വീലിന്റെ ഫങ്ഷൻസ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 3 ഫങ്ഷൻസ് ആണ് എഴുതാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് ക്യാം ഷാഫ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ക്രാങ്ക് ഷാഫ്റ്റ് ആയിരുന്നു. ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഔട്ട്പുട്ട് പവർ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന ഷാഫ്റ്റിനാണ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നതാണ് ക്യാം ഷാഫ്റ്റ്. ക്യാം ഷാഫ്റ്റ് നോർമലി യൂസ് ചെയ്യുന്നത് വാൾവ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് സ്ട്രോക്ക് എഞ്ചിനിൽ എന്ത് ചെയ്യും, വാൾവുകളെ, ഇൻലെറ്റ് വാൾവ് ഉണ്ടായിരിക്കും, എക്സോസ്റ്റ് വാൾവ്, ഈ വാൾവിനൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷാഫ്റ്റിനാണ് ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ക്യാം ഷാഫ്റ്റിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള പവറും കിട്ടുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് തന്നെയാണ്. ഈ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് പവർ ക്യാം ഷാഫ്റ്റിലോട്ട് കിട്ടുന്ന ഡിഫറെന്റ് ഡ്രൈവ് മെക്കാനിസം കൊടുത്തിട്ടാണ്. പല രീതിയിൽ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് ക്യാം ഷാഫ്റ്റിലോട്ട് ഡ്രൈവ് കിട്ടും. അതിനുള്ള 3 മെക്കാനിസംസ് ആണ്. ഒന്ന്, ചെയിൻ ഡ്രൈവ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയിൻ യൂസ് ചെയ്തിട്ട് ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് പവർ ക്യാം ഷാഫ്റ്റിലോട്ട് എത്തിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഗിയർ വഴി ഡ്രൈവ് എത്തിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ബെൽറ്റ് വെച്ചിട്ടും ഡ്രൈവ് എത്തിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെയിൻ വെച്ചിട്ടാണ് നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് ക്യാം ഷാഫ്റ്റിലോട്ട് ഡ്രൈവ് എത്തിക്കുന്നത് വെച്ചാൽ അതിന് നമ്മൾ ടൈമിംഗ് ചെയിൻ എന്ന് പറയും. ഇനി അതല്ല ഗിയർ വെച്ചിട്ടാണ് ഡ്രൈവ് എത്തിക്കുന്നത് വെച്ചാൽ അതിന് ടൈമിംഗ് ഗിയർ എന്ന് പറയും. ഇനി അതല്ല ബെൽറ്റ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അതിന് ടൈമിംഗ് ബെൽറ്റ് എന്ന് പറയും. ഇതാണ് ഡിഫറെന്റ് ക്യാം ഷാഫ്റ്റ് ഡ്രൈവ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? 3 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ചെയിൻ വെച്ചിട്ട് യൂസ് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ടൈമിംഗ് ചെയിൻ എന്ന് പറയും. ഇനി അതല്ല ഗിയർ വെച്ചിട്ടാണെങ്കിൽ ടൈമിംഗ് ഗിയർ എന്ന് പറയും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ബെൽറ്റ് വെച്ചിട്ട് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ടൈമിംഗ് ബെൽറ്റ് എന്ന് പറയും. ഇങ്ങനെ 3 രീതിയിലാണ് ക്യാം ഷാഫ്റ്റ് ഡ്രൈവ്സ് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് പറയുന്നത് വാൾവ് ആൻഡ് വാൾവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം. നമ്മൾ നോർമലി നമ്മൾ IC എഞ്ചിനിലൊക്കെ യൂസ് ചെയ്യുന്നത് പോപ്പറ്റ് ടൈപ്പ് വാൾവാണ്. നമ്മൾ നോട്ടിൽ കാണിച്ചിട്ടുള്ള ഫിഗർ പോപ്പറ്റ് ടൈപ്പ് വാൾവിൻ്റെ ആണ്. അതും ചിലപ്പോൾ ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ ക്യാം ഷാഫ്റ്റും ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. വാൾവ് ആൻഡ് വാൾവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കും. ഇതിനകത്ത് മെയിനായിട്ടും നമ്മൾ വരികയാണെങ്കിൽ വാൾവ് മെക്കാനിസത്തിൽ വരുന്നതാണ് ഓവർ ഹെഡ് വാൾവ് മെക്കാനിസം. അതായത് ആദ്യകാലത്തൊക്കെ സൈഡ് വാൾവ് മെക്കാനിസം ആയിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യം, നമുക്ക് പഠിക്കാനുള്ളത് സിലബസിൽ വരുന്നത് ഓവർ ഹെഡ് വാൾവ് മെക്കാനിസം മാത്രമാണ്. അപ്പം അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. വാൾവ് സിലിണ്ടർ ഹെഡിൽ, അതായത് മുകളിലായിട്ട് കൊടുക്കും, അതാണ് ഓവർ ഹെഡ് വാൾവ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓവർ ഹെഡ് വാൾവ് മെക്കാനിസത്തിൽ തന്നെ സിംഗിൾ ഓവർ ഹെഡ് വാൾവ് മെക്കാനിസം, അതുപോലെ തന്നെ ഡബിൾ ഓവർ ഹെഡ് വാൾവ് മെക്കാനിസം, ഇങ്ങനെ 2 രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരൊറ്റ ക്യാം ഷാഫ്റ്റിൽ നിന്ന് തന്നെ സെക്ഷൻ വാൾവിനും എക്സോസ്റ്റ് വാൾവിനും, ഇൻലെറ്റ് വാൾവിനും എക്സോസ്റ്റ് വാൾവിനും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ സിംഗിൾ ഓവർ ഹെഡ് ക്യാം എന്ന് പറയും. അതുപോലെ തന്നെ
ഡബിൾ രണ്ട് ക്യാം ഷാഫ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് ഡബിൾ ഓവർ ഹെഡ് ക്യാം. അതിന് നമ്മൾ ചുരുക്കിയിട്ട് നമ്മൾ SOHC അതുപോലെ തന്നെ DOHC എന്ന് പറയും. ഇത് ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കും DOHC എന്താണ്, SOHC എന്ന്. അപ്പോൾ SOHC എന്ന് പറയുന്നത് സിംഗിൾ ഓവർ ഹെഡ് ക്യാം അതുപോലെ തന്നെ ഡബിൾ ഓവർ ഹെഡ് ക്യാം. ഇതാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം. ഇതിനകത്ത് ലാസ്റ്റായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് വാൾവ് ക്ലിയറൻസ്. വാൾവ് ക്ലിയറൻസ് എന്ന് പറയുന്നതിൽ നോർമലി നമ്മുടെ രീതിയിൽ വാൾവുകൾ വർക്ക് ചെയ്യണത് എൻജിൻ സിലിണ്ടറിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ അത് ഹീറ്റ് ആകുമ്പോൾ എക്സ്പാൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ വാൾവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസത്തിനകത്ത് ഈ ഒരു വാൾവിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഓപ്പറേറ്റിംഗ് മെക്കാനിസം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മൾ ഈ വാൾവ് ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഡിഫറെൻറ്റ് വാൾവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസത്തിൽ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും ഈ വാൾവ് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ക്ലിയറൻസ് നമ്മൾ വാൾവിൻ്റെ ടാപ്പ് അല്ലെങ്കിൽ റോക്കർ ആമിൻ്റെ ഒക്കെ ഇടയിലായിട്ടാണ് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. ആ ക്ലിയറൻസിന് കൂടുതലായി കഴിഞ്ഞാൽ എക്സസ് ആയിട്ട് നമ്മൾ ക്ലിയറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നോയ്സ് വരാനും, അതായത് പ്രോപ്പറായിട്ട് ക്ലിയറൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ വാൾവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെ, അതായത് വാൾവ് ക്ലോസ് ചെയ്യേണ്ട ടൈമിലും പാർഷ്യലി ഓപ്പൺ ചെയ്തിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ആദ്യമേ ഒരു വാൾവ് ക്ലിയറൻസ് കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് ഹീറ്റ് വന്നിട്ട് വാൾവ് എക്സ്പാൻഡ് ചെയ്താൽ പോലും വാൾവ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്ലിയറൻസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിനെയാണ് വാൾവ് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 4th മൊഡ്യൂളിൽ മനസ്സിലാക്കാനുള്ളത്. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. 4th മൊഡ്യൂളിൽ നമ്മൾ വരികയാണെങ്കിൽ ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മെയിനായിട്ടും വരിക ഒന്ന് ക്യാം ഷാഫ്റ്റ് വരും, അതുപോലെ തന്നെ ക്യാം ഷാഫ്റ്റ് ഡ്രൈവുകൾ ഏതൊക്കെയാണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാൻ വരും, അതുപോലെ തന്നെ വാൾവും അതുപോലെ തന്നെ വാൾവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ 4th മൊഡ്യൂളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓരോ മൊഡ്യൂളിലും മെയിനായിട്ടും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. മാക്സിമം നിങ്ങൾ ഫിഗർ വരച്ചിട്ട് അത് പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്ത് ചെയ്യാവുന്നതിന് മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഫിഗർ വരക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ എല്ലാവരും മെയിനായിട്ടും ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള തന്നെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.